യഹോവേ, നിന്റെ ന്യായപ്രമാണത്തിൽ നിന്ന് അത്ഭുതമുള്ള കാര്യങ്ങളെ കാണുവാൻ തക്കവണ്ണം എൻ്റെ ഹൃദയക്കണ്ണുകളെ നീ പ്രകാശിപ്പിക്കണമേ. പുറപ്പാട് 34. യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചെന്തെന്നാൽ, മുമ്പിലത്തെ പോലെ 2 കൽപ്പലക ചെത്തിക്കൊള്ളുക. എന്നാൽ നീ പൊട്ടിച്ചു കളഞ്ഞ മുമ്പിലത്തെ പലകയിലുണ്ടായിരുന്ന വചനങ്ങളെ ഞാൻ ആ പലകയിൽ എഴുതും. നീ ഒരുങ്ങി രാവിലെ തന്നെ സീനായി പർവ്വതത്തിൽ കയറി പർവ്വതത്തിൻ്റെ മുകളിൽ എൻ്റെ സന്നിധിയിൽ വരേണം. നിന്നോടുകൂടെ ആരും കയറരുത്. പർവ്വതത്തിലെങ്ങും ആരെയും കാണരുത്. പർവ്വതത്തിൻ്റെ അരികെ ആടുകളോ കന്നുകാലികളോ മേയരുത്. അങ്ങനെ മോശെ മുമ്പിലത്തെ പോലെ 2 കൽപ്പലക ചെത്തി അതികാലത്ത് എഴുന്നേറ്റു. യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ സീനായി പർവ്വതത്തിൽ കയറി കൽപ്പലക 2 കയ്യിൽ എടുത്തുകൊണ്ടുപോയി. അപ്പോൾ യഹോവ മേഘത്തിലിറങ്ങി അവിടെ അവൻ്റെ അടുക്കൽ നിന്നു. യഹോവയുടെ നാമത്തെ ഘോഷിച്ചു. യഹോവ അവൻ്റെ മുമ്പാകെ കടന്നു ഘോഷിച്ചതെന്തെന്നാൽ, യഹോവയായ ദൈവം കരുണയും കൃപയും ഉള്ളവൻ, ദീർഘക്ഷമയും മഹാദയും വിശ്വസ്തതയും ഉള്ളവൻ, 1000 ദയ പാലിക്കുന്നവൻ, അതിക്രമവും പാപവും ക്ഷമിക്കുന്നവൻ, കുറ്റമുള്ളവനെ വെറുതെ വിടാതെ പിതാക്കന്മാരുടെ അകൃത്യം മക്കളുടെ മേലും മക്കളുടെ മക്കളുടെ മേലും 3-ാമത്തെയും 4-ാമത്തെയും തലമുറയോളം സന്ദർശിക്കുന്നവൻ. എന്നാറേ മോശെ ബന്ധപ്പെട്ട് സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. കർത്താവേ, നിനക്കെന്നോട് കൃപയുണ്ടെങ്കിൽ കർത്താവേ, ഞങ്ങളുടെ മധ്യേ നടക്കണമേ. ഇത് ദുശാഠ്യമുള്ള ജനം തന്നെ. എങ്കിലും ഞങ്ങളുടെ അകൃത്യവും പാപവും ക്ഷമിച്ച് ഞങ്ങളെ നിന്റെ അവകാശമാക്കണമേ എന്ന് പറഞ്ഞു. അതിന് അവൻ അരുളിച്ചെയ്തതെന്തെന്നാൽ, ഞാൻ ഒരു നിയമമുണ്ടാക്കുന്നു. ഭൂമിയിലെങ്ങും ഒരു ജാതിയിലും സംഭവിച്ചിട്ടില്ലാത്ത അത്ഭുതങ്ങൾ നിന്റെ സർവ്വജനത്തിന് മുമ്പാകെ ഞാൻ ചെയ്യും. നീ സഹവാസം ചെയ്തു പോരുന്ന ജനമൊക്കെയും യഹോവയുടെ പ്രവൃത്തിയെ കാണും. ഞാൻ നിന്നോട് ചെയ്യുവാനിരിക്കുന്നത് ഭയങ്കരമായുള്ളത് തന്നെ. ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നത് സൂക്ഷിച്ചു കൊള്ളുക. അമോര്യർ, കനാന്യർ, ഹിത്യർ, പെരീസ്യർ, ഹിവ്യർ, യെബൂസ്യർ എന്നിവരെ ഞാൻ നിന്റെ മുമ്പിൽ നിന്ന് ഓടിച്ചു കളയും. നീ ചെല്ലുന്ന ദേശത്തിലെ നിവാസികളോട് നീ ഒരു ഉടമ്പടി ചെയ്യാതിരിപ്പാൻ കരുതിക്കൊള്ളുക. അല്ലാഞ്ഞാൽ അത് നിന്റെ മധ്യ ഒരു കെണിയായിരിക്കും. നിങ്ങൾ അവരുടെ ബലിപീഠങ്ങളെ ഇടിച്ചു, വിഗ്രഹങ്ങളെ തകർത്ത് അശേരാ പ്രതിഷ്ഠകളെ വെട്ടിക്കളയണം. അന്യദൈവത്തെ നമസ്കരിക്കരുത്. യഹോവയുടെ നാമം തീക്ഷ്ണൻ എന്നാകുന്നു. അവൻ തീക്ഷ്ണതയുള്ള ദൈവം തന്നെ. ആ ദേശത്തിലെ നിവാസികളോട് ഉടമ്പടി ചെയ്യുകയും അവരുടെ ദേവന്മാരോട് അവൻ പരസംഗം ചെയ്ത് അവരുടെ ദേവന്മാർക്ക് ബലി കഴിക്കുമ്പോൾ നിന്നെ വിളിക്കുകയും നീ ചെന്ന് അവരുടെ ബലികൾ തിന്നുകയും അവരുടെ പുത്രിമാരിൽ നിന്ന് നിന്റെ പുത്രന്മാർക്ക് ഭാര്യയെടുക്കുകയും അവരുടെ പുത്രിമാർ തങ്ങളുടെ ദേവന്മാരോട് പരസംഗം ചെയ്യുമ്പോൾ നിന്റെ പുത്രന്മാരെ കൊണ്ട് അവരുടെ ദേവന്മാരോട് പരസംഗം ചെയ്യിക്കുകയും ചെയ്യുവാനിടവരരുത്. ദേവന്മാരെ വാർത്തുണ്ടാക്കരുത്. പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ഉത്സവം നീ ആചരിക്കണം. ഞാൻ നിന്നോട് കൽപ്പിച്ചതുപോലെ ആബീബ് മാസത്തിൽ നിശ്ചയിച്ച സമയത്ത് 7 ദിവസം പുളിപ്പില്ലാത്ത അപ്പം തിന്നണം. ആബീബ് മാസത്തിലല്ലോ നീ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു പോകുന്നത്. ആദ്യം ജനിക്കുന്നതൊക്കെയും നിന്റെ ആടുകളുടെയും കന്നുകാലികളുടെയും കൂട്ടത്തിൽ കടിഞ്ഞൂലായാണൊക്കെയും എനിക്കുള്ളതാകുന്നു. എന്നാൽ കഴുതിയുടെ കടിഞ്ഞൂലിനെ ആട്ടിൻകുട്ടിയെ കൊണ്ട് വീണ്ടുകൊള്ളുന്നില്ലെങ്കിൽ അതിൻ്റെ കഴുത്തൊടിച്ചു കളയണം. നിന്റെ പുത്രന്മാരിൽ ആദ്യജനന്മാരെയൊക്കെയും വീണ്ടുകൊള്ളണം. വെറും കൈയോടെ നിങ്ങൾ എൻ്റെ മുമ്പാകെ വരരുത്. 6 ദിവസം വേല ചെയ്യണം. 7-ാം ദിവസം സ്വസ്ഥമായിരിക്കണം. വിതകാലമോ കൊയ്ത്തുകാലമോ ആയാലും സ്വസ്ഥമായിരിക്കണം. ഗോതമ്പ് കൊയ്ത്തിൻ്റെ ആദ്യോത്സവമായ വാരോത്സവവും ആണ്ടറുതിയിൽ കായ്കനി പെരുന്നാളും നീ ആചരിക്കണം. സംവത്സരത്തിൽ 3 പ്രാവശ്യം പുരുഷന്മാരൊക്കെയും ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയായ കർത്താവിൻ്റെ മുമ്പാകെ വരേണം. ഞാൻ ജാതികളെ നിന്റെ മുമ്പിൽ നിന്ന് ഓടിച്ചു കളഞ്ഞു. നിന്റെ അതിർത്തികളെ വിശാലമാക്കും. നീ സംവത്സരത്തിൽ 3 പ്രാവശ്യം നിന്റെ ദൈവമായ യഹോവയുടെ മുമ്പാകെ ചെല്ലുവാൻ കയറിപ്പോയിരിക്കുമ്പോൾ ഒരു മനുഷ്യനും നിന്റെ ദേശം മോഹിക്കുകയില്ല. എൻ്റെ യാഗരക്തം പുളിപ്പുള്ള അപ്പത്തോടു കൂടി അർപ്പിക്കരുത്. പെസഹ പെരുന്നാളിലെ യാഗം പ്രഭാതകാലം വരെ വെച്ചേക്കരുത്. നിന്റെ നിലത്തിലെ ആദ്യ വിളവിൻ്റെ ആദ്യഫലം നിന്റെ ദൈവമായ യഹോവയുടെ ആലയത്തിൽ കൊണ്ടുവരണം. കോലാട്ടിൻകുട്ടി അതിൻ്റെ തള്ളയുടെ പാലിൽ പാകം ചെയ്യരുത്. യഹോവ പിന്നെ മോശയോട് ഈ വചനങ്ങളെ എഴുതിക്കൊള്ളുക. ഈ വചനങ്ങൾ ആധാരമാക്കി ഞാൻ നിന്നോടും ഇസ്രായേലിനോടും നിയമം ചെയ്തിരിക്കുന്നു എന്ന് അരുളി ചെയ്തു. അവൻ അവിടെ ഭക്ഷണം കഴിക്കാതെയും വെള്ളം കുടിക്കാതെയും 40 പകലും 40 രാവും യഹോവയോട് കൂടെ ആയിരുന്നു. അവൻ 10 കൽപ്പനയായ നിയമത്തിൻ്റെ വചനങ്ങളെ പലകയിൽ എഴുതി കൊടുത്തു. അവൻ തന്നോട് അരുളി ചെയ്തത് നിമിത്തം തൻ്റെ മുഖത്തിൻ്റെ ത്വക്ക് പ്രകാശിച്ചു എന്ന് മോശെ സാക്ഷ്യത്തിൻ്റെ പലക 2 കയ്യിൽ പിടിച്ചുകൊണ്ട് സീനായി പർവ്വതത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ അറിഞ്ഞില്ല. അഹ്റോനും ഇസ്രായേൽ മക്കളും എല്ലാവരും മോശയെ നോക്കിയപ്പോൾ അവൻ്റെ മുഖത്തിൻ്റെ ത്വക്ക് പ്രകാശിക്കുന്നത് കണ്ടു.
അതുകൊണ്ട് അവൻ്റെ അടുക്കൽ ചെല്ലുവാൻ ഭയപ്പെട്ടു മോശെ അവരെ വിളിച്ചു. അപ്പോൾ അഹറോനും സഭയിലെ പ്രമാണികളൊക്കെയും അവൻ്റെ അടുക്കൽ മടങ്ങി വന്നു. മോശെ അവരോട് സംസാരിച്ചു. അതിൻ്റെ ശേഷം ഇസ്രായേൽ മക്കളൊക്കെയും അവൻ്റെ അടുക്കൽ ചെന്നു. സീനായ് പർവ്വതത്തിൽ വെച്ച് യഹോവ തന്നോട് അരുളി ചെയ്തൊക്കെയും അവൻ അവരോട് ആജ്ഞാപിച്ചു. മോശെ അവരോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവൻ തൻ്റെ മുഖത്തൊരു മൂടുപടമിട്ടു. മോശെ യഹോവയോട് സംസാരിക്കേണ്ടതിന് അവൻ്റെ സന്നിധാനത്തിൽ കടക്കുമ്പോൾ പുറത്തു വരുവോളം മൂടുപടം നീക്കിയിരിക്കും. തന്നോട് കൽപ്പിച്ചത് അവൻ പുറത്തു വന്ന് ഇസ്രായേൽ മക്കളോട് പറയും. ഇസ്രായേൽ മക്കൾ മോശയുടെ മുഖത്തിൻ്റെ ത്വക്ക് പ്രകാശിക്കുന്നതായി കണ്ടതുകൊണ്ട് മോശെ അവനോട് സംസാരിക്കേണ്ടതിന് അകത്ത് കടക്കുവോളം മൂടുപടം പിന്നെയും തൻ്റെ മുഖത്തിട്ടുകൊള്ളും. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാവുന്നു. ബാറയ്ക്കുമോർ.